Hi friends, I am your educator Unesh Mutangal. Welcome back to my channel Success Radical. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണിത്. ഓക്കെ, ലാസ്റ്റ് പാർട്ടാണ്. ഇതിലോടുകൂടി നമ്മളെ ക്ലാസ് കഴിയും. അപ്പോൾ അത് അടുത്തത് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, നല്ലതുപോലെ റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാം തരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ടോപ്പിക്കിൽ തന്ന ഹോം വർക്ക്സിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നമുക്കറിയാം, നമുക്ക് 2 ഹോംവർക്കാണ് തന്നിരുന്നത്. ഫസ്റ്റ് ഹോംവർക്ക് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഈച്ച് സാമ്പിൾ എന്ന് വെച്ചാൽ ഓരോന്നിലും ഇതിലടങ്ങിയിരിക്കുന്ന തന്മാത്രയുടെ എണ്ണം കാണാനായിരുന്നു. ഓക്കെ, അവിടെ ഞാൻ ടെസ്റ്റിലെ 2 ക്വസ്റ്റ്യനും എക്സ്ട്രാ ഒരു 3 ക്വസ്റ്റ്യനാണ് തന്നിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 360 ഗ്രാം ഗ്ലൂക്കോസ് അതിൻ്റെ കാണാനായിരുന്നു. അവിടെ എന്തും തന്നിരുന്നു, മോളിക്കുലാർ മാസ് 180 തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാണണം, നമ്പർ ഓഫ് GMM ഒക്കെ എത്ര GMM ഉണ്ട് എന്നൊക്കെ കാണണം അല്ലേ. അതിന് നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ, ഗിവൺ മാസ് ബൈ GMM, എത്രയാണോ തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 1 GMMൻ്റെ മാസ് എത്രയാണോ അത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് 360 ആണ്. 360 ബൈ 180 ആണ് 1 മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ അതിൻ്റെ 1 GMM എന്ന് പറഞ്ഞാൽ 180 വരും. അപ്പോൾ 360 ബൈ 180 2 GMM ആണുള്ളത്. അങ്ങനെയെങ്കിൽ 2 ഇൻറ്റു NA 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ്, ആറ്റംസ് അല്ല കേട്ടോ. മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. റെഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ 90 ഗ്രാം എന്തായിരുന്നു, വാട്ടർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമ്പർ ഓഫ് GMM കാണാനുള്ള ഇക്വേഷനും ഞാൻ എഴുതുന്നില്ല, ഡയറക്റ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പം എക്സാമിനോ അല്ലാതെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഓരോന്നിലും എന്ത് എഴുതണം, നമ്പർ ഓഫ് GMM ഈക്വൽ ടു ഗിവൺ മാസ് ബൈ 1 GM. ഓക്കെ, അത് എഴുതിയിട്ട് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 90 ഗ്രാം ആണ്. 90 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18. ഓക്കെ, അപ്പോൾ 90 ഡിവൈഡ് ബൈ 18 5 GMM ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഈക്വൽ ടു 5 ഇൻറ്റു NA അഥവാ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, ദെൻ മൂന്നാമത് ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 96 ഗ്രാം ഓക്സിജൻ ആണ്. ഓക്സിജൻ മോളിക്യൂളാണ് തന്നിട്ടുള്ളത്. ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ട് ആ വൈക്ക് പോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആറ്റോമിക് മാസ് തന്നാൽ നിങ്ങൾ ഒരിക്കലും പോയി GAM കണ്ട് തെറ്റിച്ച് പോകരുത്. അപ്പോൾ ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്, 2 ഓക്സിജൻ കൂടിയിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് 2 ഇൻറ്റു 16 32 വരും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് GMM എന്ന് പറഞ്ഞാൽ ഗിവൺ 96 ഡിവൈഡ് ബൈ 32 3 GMM ഉണ്ടാവും. അപ്പം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഈക്വൽ ടു 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. റെഡി. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ 84 ഗ്രാം നൈട്രജൻ ഞാൻ ഗിവൺ ആറ്റോമിക് മാസ് ആണ് തന്നത് 14. അപ്പോൾ നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിൽ 2 ഇൻറ്റു 14 വരണം, N2 ആണല്ലോ. അപ്പോൾ 28 ഗ്രാം ആണ്. 28 ആണ് എന്ത്, അതിൻ്റെ ആറ്റോമിക് മോളിക്കുലാർ മാസ് ആണ് 28. സോ അതിന് നമ്മൾ 84 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് GMM ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 28 3 GMM വരും. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും, 3 ഇൻറ്റു NA. ഓക്കെ, റെഡി. ദ ലാസ്റ്റ് വണ്ണ് 100 ഗ്രാം ഹൈഡ്രജൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആറ്റോമിക് മാസ് 1 ആയിരുന്നു. അപ്പോൾ മോളിക്കുലാർ മാസ് H2 എന്നല്ല നമ്മൾ എഴുതാറ്, 2 ആയിരിക്കും. അപ്പം എന്താണ്, നമ്പർ ഓഫ് GMM ഈക്വൽ ടു 100 ബൈ 2 വരും. 50 GMM ഉണ്ടാവും, 50 GMM. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഈക്വൽ ടു 50 ഇൻറ്റു NA 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഹോംവർക്ക്. മലയാളം മീഡിയക്കാർക്ക് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. മോളിക്യൂൾസ് എന്നുള്ളത് നമുക്ക് തന്മാത്രയായിട്ട് മാറും. തന്മാത്രയുടെ എണ്ണം, നമ്പർ ഓഫ് GMMൻ്റെ എണ്ണം, പിന്നെ മോളിക്കുലാർ മാസിന് നമ്മൾ മലയാളം പറയാറില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ദെൻ നമുക്ക് ഹോംവർക്ക് 2 പോവാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫോളോയിങ് എലമെൻറ്റ്സ് അല്ലായിരുന്നോ. താഴെ തന്നിരിക്കുന്ന ആൾക്കാരുടെ
മോൾസിൻ്റെ എണ്ണം കാണുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 36 ഗ്രാം H2O വാട്ടർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ നമുക്കറിയാം എന്താണ്. ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം, നമ്പർ ഓഫ് GMM കാണണം, ഗ്രാം മോളിക്കുലാർ മാസ് കാണണം. ഓക്കെ, അത് കാണണമെങ്കിൽ നമുക്ക് വാട്ടറിൻ്റെ 1 GMM എത്ര ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് അറിയണം. അപ്പം ചെയ്യണം, വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് കാണണം. അപ്പോൾ 2 ഹൈഡ്രജനാണുള്ളത്, 2 × 1 2 പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എത്രയായി, 18 ആയി. ഓക്കെ, ഇനി നമ്പർ ഓഫ് GMM ഈസ് ഈക്വൽ ടു 36 ഗിവൺ ബൈ 1 GMMൻ്റെത് എത്രയാണ് വരിക, 18. അപ്പം GMMൻ്റെ എണ്ണം 2 കിട്ടി. അപ്പോൾ 2 × N ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വരിക. 2 × N അഥവാ 6.022 × 10⁻23 വന്നാൽ അതിൻ്റെ മോൾസിൻ്റെ എണ്ണം 2. GMMൻ്റെ എത്ര എണ്ണമാണോ വരിക അതാണ് മോൾസിൻ്റെ എണ്ണവും വരിക. ഓക്കെ, അത് × N ആണല്ലോ മോൾസ് വരുന്നത്. അപ്പം 2 മോളാണ് ആൻസർ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന് 56 ഗ്രാം നൈട്രജൻ ആണ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് കാണാം. ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് അതിൻ്റെ ആറ്റോമിക് മാസ് ആയിരിക്കും. അപ്പം നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ കൂടിയിട്ടാണ്. അപ്പോൾ 28 ആണ് എന്ത് കിട്ടുക, അതിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടുക. പിന്നെ നമ്പർ ഓഫ് GMM ഗിവൺ എത്രയാണ്, 56/28 2 GMM തന്നെ കിട്ടും. 2 GMM കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2 × 6.022 × 10⁻23 ആണ് വരിക. അപ്പോൾ എത്ര മോളായി, 2 മോളായി. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 51 ഗ്രാം അമോണിയ NH3. ഓക്കെ, NH3ൻ്റെ മോളിക്കുലർ മാസ് കാണണം. നൈട്രജൻ്റെത് 14 പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 × 1 അപ്പം 14 + 3 17 ആണ് അമോണിയയുടെ മോളിക്കുലാർ മാസ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് GMM ഗിവൺ എത്രയാണ്, 51 / 17. ഇപ്പോൾ എത്ര കിട്ടും, 3 GMM കിട്ടി. 3 GMM കിട്ടിയ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ഉണ്ടാവും, അഥവാ തന്മാത്രയുടെ എണ്ണം 3 × 6.022 × 10⁻23. അങ്ങനെ കിട്ടിയാൽ എന്തായി, 3 × നമ്മുടെ അവോഗാഡ്രോ നമ്പർ വന്നാൽ 3 മോളാണ് ആൻസർ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ 96 ഗ്രാം ഓക്സിജൻ O2 മോളിക്യൂൾ. ഓക്സിജൻ്റെ നമുക്ക് എന്താ അറിയണം, മോളിക്കുലാർ മാസ് അറിയണം. നമ്മൾ കുറേ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ്. 16 × 2 വരും, എത്രയാണ്, 32 ആണ് മോളിക്കുലാർ മാസ്. ഓക്കെ, ദെൻ നമുക്ക് നമ്പർ ഓഫ് GMM കാണണം. എത്ര GMM ഉണ്ടെന്ന് കാണണം. ഗിവൺ എത്രയാണ്, 96 ആണ്. 96 / 32 32. എത്ര കിട്ടും, 3 GMM കിട്ടും. ദെൻ തന്മാത്രയുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 3 × 6.022 × 10⁻23 അഥവാ ആൻസർ 3 മോൾ. ഓക്കെ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ 3 GMM 3ൻ്റെ എണ്ണം ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങളൊക്കെ എഴുതണം കേട്ടോ, എന്നാലേ പൂർണ്ണമായിട്ട് ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. നമ്മളൊരു മാർക്ക് വരുന്ന ഒരു വഴിയും നമ്മൾ അടച്ചു പോകരുത്. ചില കാര്യം നമ്മൾ കുറേ ചെയ്താൽ ചിലപ്പോൾ നൈട്രജന്, ഹൈഡ്രജന്, ഓക്സിജൻ്റെ ഒക്കെ ചിലപ്പോൾ മോളിക്കുലാർ മാസ് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ട് ഉറച്ചു എന്ന് കരുതിയിട്ട് എക്സാം വരുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തത് ആറ്റോമിക് മാസ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് മോളിക്കുലാർ മാസ് അങ്ങോട്ട് എഴുതിയേക്കരുത്. ചെയ്യുക, എങ്ങനെയാണോ നമ്മൾ മോളിക്കുലാർ മാസ് കാണുന്നത് അതുപോലെ ചെയ്തിട്ട് ആ വഴിക്ക് പോകാം. ഓക്കെ, ദെൻ നമുക്ക് വേഗം ടോപ്പിക്കിലോട്ട് പോകാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട്. നമ്മുടെ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമായ റിലേഷൻ ബിറ്റ്വീൻ വോളിയൂം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾ, വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം, അതാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്. നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ തന്നെ പഠിച്ചത് ഗ്യാസസ് ലോസ് ആണ് അല്ലേ, വാതക നിയമങ്ങളാണ്. എന്ന് വെച്ചാൽ ലിക്വിഡ്സും സോളിഡ്സും നോക്കുമ്പോൾ അവരുമായിട്ട് ഒരുപാട് ഒരു കൈൻഡ്ലി ഡിഫറെൻ്റ് ആണ് ഗ്യാസ് സ്റ്റേറ്റ്. മെയിൻ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട്, വളരെ ദൂരത്താണ് മോളിക്യൂൾസുകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇനി അതിൻ്റെ സൈസുമായിട്ട് നോക്കുകയാണ്. ഒരു മോളിക്യൂൾ എടുത്തിട്ട് അതിൻ്റെ വലുപ്പവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ വലുപ്പം നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ അതിനേക്കാട്ടിലും ഒരുപാട് ഉണ്ടാകുമെന്ത്, 2 മോളിക്യൂൾസുകൾ തമ്മിലുള്ള അകലം. എവിടെ, വാതകാവസ്ഥയിൽ, ഗ്യാസസ് സ്റ്റേറ്റിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ
പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ലോകൾ പഠിച്ചിരുന്നു. അതിൽ അവസാനമായിട്ട് പഠിച്ച ലോ ആയിരുന്നു അവോഗാഡ്രോ ലോ. ഓർമ്മയില്ലേ? എന്തായിരുന്നു അവോഗാഡ്രോ ലോ പറഞ്ഞത്? അവോഗാഡ്രോ ലോൻ്റെ കണ്ടീഷനായിരുന്നു എന്ത്? കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ? അതിന് മുമ്പുള്ള ഓരോ കേസിലൊന്നിൽ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി, അടുത്തതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി. അവസാനം നമ്മൾ അവോഗാഡ്രോയിൽ എത്തിയപ്പം പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി അല്ലേ? അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കിയപ്പം ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾ. ഒരു മർദ്ദവും താപനിലയും നമ്മൾ സ്ഥിരമാക്കി വെച്ചാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ സൈസോ അഥവാ വലുപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ വിഭാഗമല്ല, ടൈപ്സ്, ഇനമേതാണെന്ന് വെച്ചാൽ ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ നൈട്രജൻ ആണോ എന്നതിനെ വെച്ചിട്ടല്ല അതിൻ്റെ വ്യാപ്തം, അത് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഓക്സിജൻ എടുത്താൽ വലിയ വോളിയം ഉണ്ടാവും, നൈട്രജൻ എടുത്താൽ വലിയ വോളിയം അല്ല, ചെറുതാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ വലിയ സൈസിൽ വലുപ്പമുള്ള ആളാണ് എങ്കിൽ വോളിയം കൂടുമെന്നൊന്നുമല്ല. ഗ്യാസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണോ അതിനനുസരിച്ചായിരുന്നു അതിൻ്റെ വോളിയം അല്ലേ? അതാണ് അവോഗാഡ്രോ ലോ നമ്മളോട് പറഞ്ഞു തന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ വെൻ വി ടേക്ക് 1 മോൾ ഡിഫറെൻറ്റ് ഗ്യാസസ്, വ്യത്യസ്തമായ ഗ്യാസസുകളാണ് നമ്മൾ എടുക്കുക. ഒരു മോളാണ്. അവിടെ എന്തുണ്ടാവണം? നമ്മളെ കണ്ടീഷൻ താപനിലയും മർദ്ദവും തുല്യമായിരിക്കുകയും വേണം. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് നമ്മൾ എടുക്കുകയാണെന്ത് 1 മോൾ ഗ്യാസ്. ഒരു മോൾ ഗ്യാസ് വ്യത്യസ്തമായ 2 ഗ്യാസുകൾ എടുത്താൽ അവയിലുണ്ടാകുന്ന തന്മാത്രകളുടെ അഥവാ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? 1 മോളാണെങ്കിൽ എത്ര ആയിരിക്കും? 6.022 × 10⁻23 തന്മാത്രകൾ ഒന്നിലും ഉണ്ടാവും, മറ്റതിലും ഉണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ അതിലുള്ള തന്മാത്രയുടെ മോളിക്യൂൾസിൻ്റെ എണ്ണം ഈക്വലാണ് ആണല്ലോ. അങ്ങനെ ഈക്വലായിട്ട് വരുമ്പോൾ അവയുടെ എന്തും ഈക്വലായിരിക്കും? വ്യാപ്തം അഥവാ വോളിയവും ഈക്വലായിരിക്കും. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ 2 ഗ്യാസസ് എടുക്കുകയാണ്. അവരുടെ രണ്ടും എടുത്തിരിക്കുന്നത് 1 മോളാണ്. 1 മോളാണെങ്കിൽ അവയിലുണ്ടാകുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? ഈക്വലായിരിക്കും. അഥവാ 6.022 × 10⁻23 ആണ് രണ്ടിലും ഉണ്ടാവുക അല്ലേ? അങ്ങനെ രണ്ടിലും ഒരേ എണ്ണമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവയുടെ വ്യാപ്തം വോളിയം എന്തായിരിക്കും? ഈക്വലായിരിക്കും. ഇങ്ങനെ വാതകങ്ങളുടെ ഈ ഈക്വൽ വോളിയം വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളാർ വ്യാപ്തം. ഓക്കെ, അഥവാ മോളാർ വോളിയം എന്ന് പറയുന്നു. ഈ പറഞ്ഞ മോളാർ വോളിയത്തിൽ മോളാർ വ്യാപ്തം എന്ന് പറയുന്നതിൽ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, 2 കണ്ടീഷനാണ് നമ്മൾ ചെയ്തത്. ഒന്ന്, എടുത്തിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കണം, സ്ഥിരമായ ഒരു താപനിലയും വ്യാപ്തമായിരിക്കും. ഒരു ഗ്യാസ് എടുക്കുന്ന ഏതാണോ അതേ ഗ്യാസ് താപനിലയും പ്രഷറും ആയിരിക്കണം മറ്റേ ഗ്യാസും. ഓക്കെ, അതുപോലെ നമ്മൾ എടുക്കുന്നത് 1 മോളാണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്തെങ്കിലും ടെമ്പറേച്ചറിനും പ്രഷറിനും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാലോ? നമുക്കറിയാം, ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതുപോലെയുള്ള മാറ്റങ്ങൾ ഇവിടെയും സംഭവിക്കും. അന്നപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ മാറുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ കാലങ്ങൾ കഴിയാണ്. സയൻറ്റിസ്റ്റുകൾ ഒരുപാട് കാലം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവരൊരു കൺക്ലൂഷനിലെത്തി. അവർ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ പ്രഷർ ഏതെങ്കിലും ഒന്ന് എന്നല്ലേ, അവർ ടെമ്പറേച്ചർ 273 കെൽവിൻ എടുത്തു. മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്ന സംഗതി അവർ 1 അന്തരീക്ഷ മർദ്ദം അഥവാ അതിന് നമ്മൾ പറയുന്ന പേരാണ് 1 atm ഓക്കെ എടുത്തു. അങ്ങനെ എടുത്ത് അവർ അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചപ്പോൾ ഏത് ഗ്യാസ് എടുത്താലും അതിൻ്റെ 1 മോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ ഓക്കെ 1 മോളാണെങ്കിൽ നമുക്കറിയാം എത്ര ഉണ്ടാവും മോളിക്യൂൾസ് അതിൽ 6.022 × 10⁻23 ഉണ്ടാവും അല്ലേ. അതിൻ്റെ വോളിയം മനസ്സിലായോ? 273 കെൽവിനാണ് ടെമ്പറേച്ചർ, 1 atm ആണ്, 1 മോൾ ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കുമെന്ന് അവർ കണ്ടെത്തി.
ശ്രദ്ധിക്കണേ, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ്, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനും പ്രഷർ എന്ന് പറയുന്നത് 1 atm എടുത്താൽ അതിൽ 1 മോൾ ആണ് തന്മാത്രകളുള്ളത് എങ്കിൽ അതിലുണ്ടാകുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറിനെയും നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി നിങ്ങളോട് വേറൊരു സ്ഥലത്ത് 273 കെൽവിൻ 1 atm എന്ന് പറയില്ല, അവരെന്താ പറയുക, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അല്ലെങ്കിൽ ചുരുക്കി പറയും STP. ഓക്കെ, അപ്പോൾ STPയിലുള്ള ഒരു വാതകം 1 മോളാണെങ്കിൽ അതിൽ എത്ര ആണ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ STPയിൽ 2 മോളാണെങ്കിലോ അതിൻ്റെ വോളിയം 22.4 ഇൻറ്റു 2 അഥവാ 44.8 ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ അധികവും കാണാറുണ്ട്. എങ്ങനെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ഇൻ STP, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് 2 മോൾ ഓഫ് എ ഗ്യാസ് ഇൻ STP. STPയിലുള്ള ഒരു വാതകത്തിൻ്റെ 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ കുറച്ച് കണ്ടീഷനൊക്കെ വന്നാൽ അതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ STP ആയാൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയാൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് കോൾഡ് മോളാർ വോളിയം അറ്റ് STP. STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയാം. ഓക്കെ, റെഡിയാണല്ലോ? അഥവാ ഒന്നുകൂടി പറയാനാണ് 273 കെൽവിനും 1 atm പ്രഷറുമായ അത് നമുക്ക് STP ആയി, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് എങ്കിൽ അതിൽ 1 മോളാണ് ഉള്ളതെങ്കിൽ 22.4 ലിറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് മോളിൻ്റെ എണ്ണം മാറ്റുകയാണെങ്കിലോ അതിനനുസരിച്ച് വോളിയവും മാറും. ആ കൺസെപ്റ്റിൽ ആ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാമെന്നാണ് പറഞ്ഞത്? STPയിലെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റെഡിയാണല്ലോ? ഇതിന് മുന്നേ നമ്മൾ പഠിച്ചെടുത്തൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഇത്ര ഗ്രാം തന്നാൽ അത് എത്ര മോളാണെന്നൊക്കെ ചോദിക്കും. നമ്മൾ STPയിലോട്ട് വരികയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷർ തരികയാണെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കാം ലിറ്ററാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ തരും. ഇത്ര ലിറ്റർ ഗ്യാസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറിലുണ്ടെങ്കിൽ ഇത് എത്ര മോളാണ്? മനസ്സിലായോ? ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 224 ലിറ്റർ ഏതെങ്കിലും ഒരു വാതകം തന്നിട്ട് അവർ പറയും എത്ര മോളാണ് ഇതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22.4 ആണ് STPയിൽ. അപ്പോൾ 224 ഡിവൈഡഡ് ബൈ 22.4 എത്ര മോളായി? 10 മോൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു മോള് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നമ്മളെ GMും ഒക്കെ കണ്ടതുപോലെ വോളിയം ഇൻ ലിറ്റർ STP അവർ തരുന്ന എത്രയാണോ അത് എഴുതാം, ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പോൾ നമുക്കെന്ത് കിട്ടും? STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകത്തിൻ്റെ മോളിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. എന്തെല്ലാം കാണാൻ സാധിക്കുക? അവരിപ്പോൾ നമ്മോട് പറയാണ് 2 മോളാണെങ്കിൽ എത്ര ലിറ്റർ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ തന്നെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ആ മോളുടെ എണ്ണത്തിൻ്റെ അവിടെ 2 കൊടുത്താൽ 2 ഇൻറ്റു 22.4 ചെയ്താൽ 44.8 ലിറ്റർ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ STP എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ STP കണ്ടീഷനിൽ 1 മോളാണെങ്കിൽ 22.4 ആയിരിക്കും. ഇനി 2 മോളാണെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 3 ആണെങ്കിൽ എത്ര മോളാണോ അത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ടേബിൾ ടെസ്റ്റിലുണ്ട്. ഇതാണ് ടേബിള്. ഇതിൽ അവർ പറയുന്നത് 1 മോൾ ഓഫ് ഹൈഡ്രജൻ അറ്റ് STP ആണെങ്കിൽ എത്ര വോളിയം ഉണ്ടാവും? 22.4. 1 മോൾ ഓഫ് നൈട്രജൻ ആണെങ്കിൽ STPയിൽ 22.4. 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP 22.4. അപ്പോൾ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 2 മോൾ ഓഫ് ഓക്സിജൻ അറ്റ് STP ഒന്ന് എത്ര വോളിയം ഉണ്ടാവും, അതോ വ്യാപ്തം ഉണ്ടാവും നിങ്ങൾ എഴുതുക. വേറൊന്ന് 3 മോൾ ഓഫ് അമോണിയ ഗ്യാസ് അറ്റ് STP എത്ര മോൾ ഉണ്ടാവും, വ്യാപ്തം ഉണ്ടാവും നിങ്ങൾ എഴുതുക. ഓക്കെ, സിമ്പിളാണ്. നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ അവസാനമായിട്ട് കുറേ കാര്യങ്ങളൊന്ന് ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു ചെറിയൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്.
ഇതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്താണ്. 1 മോൾ എന്ന് പറയുന്നത് നമ്മൾ 1 മോൾ മോളിക്യൂൾസ് എടുത്താലോ അല്ലെ 1 മോൾസ് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അല്ല എത്ര നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക? 6.022 × 10⁻23 ആണ് ഉണ്ടാവുക അല്ലേ? ഇനി നമ്മൾ മാസിൽ കൺസിഡർ ചെയ്യാണ്. ആറ്റംസ് ആണെങ്കിൽ അഥവാ നമ്മൾ 1 GAM എടുത്താൽ അതെന്തായിരിക്കും? ഈക്വൽ ടു 1 മോൾ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ മോളിക്യൂൾസ് പരിഗണിക്കുകയാണെങ്കിൽ GMM എടുക്കുകയാണെങ്കിൽ 1 GMM ഈസ് ഈക്വൽ ടു 1 മോൾ ആയിരിക്കും. റെഡി? ഇനി നമ്മൾ STPയിലോട്ട് പോവാണ്. STPയിൽ 1 മോൾ എന്ന് പറയുന്നത് എത്ര വോളിയം ഉണ്ടാകും? 22.4 ലിറ്ററാണ് ഉണ്ടാവുക. ഓക്കെ. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 1 മോൾ എന്നതിനോട് തട്ടിക്കാൻ കഴിയും. 1 മോൾ ഈസ് ഈക്വൽ ടു ഇത്ര ആറ്റംസ്, 1 മോൾ ഈസ് ഈക്വൽ ടു ആറ്റംസിലാണെങ്കിൽ 1 GM, മോളിക്യൂൾസിലാണെങ്കിൽ 1 GMM, STPയിലാണെങ്കിൽ 22.4 ലിറ്റർ. ഓക്കെ. നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് പഠിക്കുക, ഒന്ന് റിവിഷൻ ചെയ്യുക. ദെൻ ഇതിന് ശേഷമുള്ള ഒരു വിലയിരുത്താം, ലെറ്റർ അസസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിലൂടെ ഒന്ന് പോവുക. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നിങ്ങളെ നിലവാരം നിങ്ങളൊന്ന് അളക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ വിട പറയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. നിങ്ങളിത് നന്നായി ചെയ്താൽ ഒരു എക്സാം നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പം അടുത്ത